ഞാൻ ഹൈമാവതി കൃഷിയുള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ നേരിട്ട് കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇനി ഇതാ ഈ ചാണകവും ഈ തോലുണ്ട്, ഞാൻ അന്ന് കൊത്തിയ തോലുണ്ടല്ലോ, ഇതും കൂടി ഇനി വെച്ച് കൊടുക്കാനാണ് മതി. ഈ ചാണകവും ഈ തോലും വേണ്ട, ഇത് ഇനി നിറച്ച് കൊടുക്കട്ടെ. നിറച്ച് കൊടുത്താൽ മാത്രമേ ഇത് വണ്ണം വെക്കൂലൂ. ചേന കിഞ്ഞാനായില്ല, അതിലിപ്പം തോല് താണുപോയി. കുറച്ച് പച്ചച്ചാണകം കൂടി വെച്ച് കൊടുത്താൽ നല്ല പോലെ ഇത് ചേന കീഴും, മറ്റ് കീല. അതിനിപ്പോൾ ഞാൻ ഇതിനകത്ത് നിറച്ച് കൊടുക്കട്ടെ. തോലും കുറച്ച് നിറച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് പൊരിഞ്ഞു പോകുന്നു, മണ്ണ് പോരാണ്ടായിപ്പോയി. അല്ല ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തെ ആ പ്രോട്ടീൻ മിശ്രിതം താണുപോയി. അതുകൊണ്ട് അതിന് നേരം നിറച്ച് കൊടുക്കാൻ ഞാനുണ്ടല്ലോ, അത് വണ്ണം വെക്കൂല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിറച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം കണ്ടല്ലോ. ഇതേപോലെ ഞാൻ ഇതിനകത്ത് നിറച്ച് കൊടുക്കുന്നുണ്ട്. നിറച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് ചാണകം കൂടി ഇട്ട് കൊടുത്താൽ നല്ലപോലെ നന്നായിക്കോളും. അതിനാണ് ഈ ചേനക്ക് ഇതിപ്പോൾ ലേശം നമുക്ക് ഇത് കണ്ടില്ലേ, ഇതിവിടെ താണുപോയി, മുലക്കേ കൂടി അങ്ങ് താണുപോയി. അപ്പോൾ അന്നേരം ഈ മണ്ണ് ഇതിന് മേലെ കീയണമെന്നുണ്ടെങ്കിൽ ഇത് മേലെ ഇത് വേണ്ടേ, അതിനാണ് ഞാനിപ്പോൾ ഇത് വാരിയിട്ട് കൊടുക്കുന്നത്. വണ്ണം വെക്കണ്ടെങ്കിൽ അല്ലെങ്കിൽ വണ്ണം വെക്കൂല, ഇതങ്ങ് താണുപോയി. കണ്ടില്ലേ, ഇതാ വെറൈറ്റി ആയിട്ട് ഒരു ചാക്കിൽ 2 നട്ട ചേനയാണ്, ഒന്നല്ല. അതുകൊണ്ട് താണുപോയില്ല, ചെരിച്ച് കടത്തിയതല്ലേ, കടത്തിയിട്ട് നട്ട ചേനയായത്. എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ചേനയും കൂടി പിന്നെ കുറച്ച് ചാണകവും കൂടി ഇട്ട് കൊടുക്കാം. എന്നാലും നട്ടാൽ നല്ല പോലെ നന്നായിക്കോളും. കുറച്ച് ചാണകം കൂടി ഇട്ട് കൊടുക്കാമല്ലോ. കണ്ടോ, ഇതേപോലെ ഒരു ഏലില്ലാത്ത സ്ഥലമായിപ്പോയി വെച്ച സ്ഥലം, വലിയൊരു സൗകര്യമില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയത്. വെക്കാനും എടുക്കാനൊന്നും ഇപ്പുറം കാട് കയറി മൂടിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ചാണകം വാരിയിട്ട് എന്താ കണ്ടില്ലേ, ഇതേപോലെ ഈ ചാണകവും വാരിയിട്ട് കണ്ടാ, ഇതേപോലെ വാരിയിട്ട് ഇനി ചുറ്റുമിടിട്ട്. എന്നാലെന്താ വെച്ചാൽ ഈ ചേന വണ്ണം വെച്ചോളൂ. ചേന വണ്ണം വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ആക്കുന്നത്. കണ്ടാ, ചെരിഞ്ഞു പോയി. ഇത് മണ്ണ് മറ്റേ താണു പോകുമ്പോൾ ഇതങ്ങ് മേലേന്ന് കനം കൊണ്ട്, ഇലേൻ്റെ കനം കൊണ്ട് ചെരിഞ്ഞു പോയി. അതിനപ്പോൾ ഇതിപ്പോൾ നിറച്ച് കൊടുക്കുന്നുണ്ട. ഇതേപോലെ ഇവിടെ നിറച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അന്ന് നിറച്ച് കൊടുത്ത് ലേശം പുറത്തേക്കൂടെ അങ്ങ് വെച്ച് കൊടുത്താൽ നല്ലോണം പിന്നെ അവിടെ നിന്നോളൂ. അല്ലെങ്കിൽ ഇത് പൊരിഞ്ഞു പോയെങ്കിൽ പിന്നെ കേങ്ങ് ഉണ്ടാവില്ലല്ലോ. അതിനാണ് എന്താ ഇത് പോട്ടി മിശ്രിതം കൊണ്ട് നടക്കണേ. പോട്ടി മിശ്രിതം ഇനി ഇല്ല കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് ഇപ്പം ചാണകവും ഇതും കൂടി കൊടുക്കുന്നു. കുറേ ദിവസമായി ഞാനിങ്ങനെ കാണുന്നു. ഇത് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട്, മഴയായതുകൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. ഒരു വളം കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അതേപോലെ ആ കുക്കുംബറിനെല്ലാം ആ സ്ലറി കലക്കി ഒഴിച്ചു കൊടുക്കേണ്ട സമയമായി. പക്ഷേ ഈ മഴ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് വിള നമുക്ക് കുറയും ആ സമയത്ത്. അതാണ് ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ഇതിട്ട് കൊടുക്കട്ടെ. എന്താ ഇത് ഇവിടെ നിന്ന് കിട്ടുമട്ടോ, അതിനാണ്. കണ്ടില്ലേ, ഇതേപോലെ ഈ വണ്ണം വെച്ചു, ഇത് വണ്ണം വെച്ച് വരാനാണ്. കണ്ടല്ലോ, ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇനി ഞാൻ ഇട്ട് കൊടുക്കട്ടെ, ചാണകം ഇട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ 4 എണ്ണം ഉള്ളത്. ഈ 4 എണ്ണത്തിനാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. എന്താ അവിടെ അപ്പുറത്തുണ്ട് ചേന, തൽക്കാലം ഇതിനിട്ട് കൊടുക്കാം. കണ്ട, ഈ ചാണകം കൂടി ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതിനും കൂടി ഇട്ട് കൊടുക്കട്ടെ, അതിനും കൂടി ഇട്ട് കൊടുക്കട്ടെ, ഇതിനും കൂടി ഇട്ട് കൊടുക്കട്ടെ. കണ്ടില്ലേ, ഇതേപോലെ കുറച്ചും കൂടി ഞാൻ ഇപ്പുറത്തോട്ട് വെക്കട്ടെ. ഇതുപോലെ അത് വട ഇനി ഞാൻ വെച്ച് കൊടുക്കട്ടെ. ഇനി കൂടി വെച്ച് കൊടുക്കട്ടെ. ഇതെല്ലാം ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കാം.
നേരം കുറച്ചൊന്ന് അറിയാൻ നല്ല സുഖമുണ്ട്. അതന്നെ വാരി ഇട്ട് കൊടുത്താൽ മതി, കാട് കുറച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്താ ഇതിലെല്ലാം താണു പോയി, നിറഞ്ഞ് അമിഞ്ഞു പോയി, വളായി വന്നില്ലേ. ഇട്ട് കൊടുത്തതെല്ലാം അങ്ങ് താഴെത്തിപ്പോയി. അതുകൊണ്ടാണ്. എന്താ ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി നോക്കി ചെയ്തിട്ടുണ്ടതാ, ഒന്നും നന്നാവില്ല. കുറച്ചും കൂടി പോട്ടി മിക്സ് ഇതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. പോട്ടി മിക്സ് ഇത് ഇല്ലാണ്ടായിപ്പോയി. അതാന്ന് വെച്ചാൽ ചകിരിച്ചോറില്ല തീരെ. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. പക്ഷെ അത് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ അധികം അങ്ങനെ വരില്ല. ഉണ്ടല്ലേ, ഇതേപോലെ ഈനും വെച്ച് കൊടുത്തു. ഇനിയിപ്പോൾ ഈനും കൂടി വെച്ച് കൊടുക്കണം. ഇത് നിറഞ്ഞ് നിൽക്കണം. കുറച്ച് ഉയരം വരാണ്ട് ഉണ്ടെങ്കിലേ ഇത് വണ്ണം വെച്ച് വരുള്ളൂ. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം എല്ലാ പണിയും നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. ഇപ്പം ഈ മഴ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൃഷീൻ്റെ കാര്യമെല്ലാം പോക്കാം. മഴ എന്ന് വെച്ചാൽ തോരാത്ത മഴ. പിന്നെ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുക? ഈ ചെയ്തിട്ടും കാര്യമില്ല. ഈ തോരാതെ ഈ മഴക്ക് നമ്മളിതിങ്ങനെ കൊടുക്കുമ്പോഴല്ല ഇതവിടെ ഉറച്ചു പോവുകയുള്ളൂ. മഴയില്ലാതെ ആണെങ്കിലേ അതവിടെ പിടിച്ച് കിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല മഴക്ക് ഇതെല്ലാം ഒലിച്ചു പോവുകയും ചെയ്യും. നമ്മൾ കൊടുത്ത വളമൊന്നും കിട്ടൂല. എന്നാലും നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അതാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. എന്താ ഇതേപോലെ കൊടുക്കട്ടെ. ഇതേപോലെ കൊടുത്തിട്ട് എന്താ വളമെല്ലാം കൊടുത്ത് തോല് തേച്ച് മുട്ട് കൊടുത്ത് ഈ തോലും കൊടുത്ത് ഇത് ഇഷ്ടംപോലെ നല്ല തോലായിന് ഇഷ്ടംപോലെ ഉണ്ട്. എന്താ ഇതേപോലെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ഈ ചാണകമാണ് ഇനി ഇതിൻ്റെ ജീവൻ. ഇപ്പോൾ ഈ ചാണകത്തിലായാകുമ്പോൾ എന്ന് വെച്ചാൽ അത് അലിഞ്ഞലിഞ്ഞതങ്ങ് വരുമ്പോൾ ഉണ്ടല്ലോ, അത് നല്ല വണ്ണം വെച്ചോളും. പച്ചച്ചാണകം കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറാവും. പച്ചച്ചാണകം കൊടുത്താൽ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ കണ്ടല്ലോ. ഇത് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മേലോട്ട് പോകാനുള്ള വഴി. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും നന്ദി, നമസ്കാരം.